നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി ദിലീപ് നിരപരാധിയാണെന്ന് വിധിച്ച ശേഷം ദിലീപ് അനുകൂലികളിൽ പലരും ദിലീപിന്റെ മുൻപൊരു നടി മഞ്ജു വാര്യർക്കെതിരെ തിരിയുകയാണ്. മഞ്ജു വാര്യർ ഉൾപ്പെടുന്ന സംഘം കേസ് മനഃപൂർവ്വം ദിലീപിലേക്ക് തിരിക്കുകയായിരുന്നുവെന്ന് ആരോപണം വന്നിരുന്നു. കേസ് വിചാരണ വേളയിലായിരുന്നതിനാൽ പതിയിരുന്ന പലരും വിധി വന്ന ശേഷം ദിലീപിനെ അനുകൂലിക്കുകയും മഞ്ജുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. വിധി വന്ന ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ദിലീപ് മഞ്ജുവിനെ ഉന്നം വെച്ച് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ദിലീപിനെതിരെ ഒരിക്കൽ പോലും മഞ്ജു വാര്യർ പരസ്യമായി സംസാരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. വിവാഹമോചനത്തിന് കാരണം ദിലീപിന് കാവ്യമാധവനുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധമാണെന്നൊക്കെ പരക്കെ സംസാരം ഉണ്ടായതാണ്. വേർപിരിഞ്ഞതിന് ശേഷം പിരിഞ്ഞതിന് കാരണം എന്താണെന്ന് മഞ്ജുവിന് തുടരെ ചോദ്യങ്ങൾ വന്നിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും കാരണം വ്യക്തമാക്കാൻ മഞ്ജു തയ്യാറായില്ല. തൻ്റെയും ദിലീപിൻ്റെയും സ്വകാര്യത മാനിച്ച് പ്രതികരിക്കുന്നില്ല എന്നാണ് മഞ്ജു പറഞ്ഞത്. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുറത്തു വന്നതോടെ കാര്യങ്ങൾ മാറി. വിവാഹബന്ധം വേർപിരിഞ്ഞതിന് കാരണം എന്തെന്ന് മഞ്ജു അന്വേഷണ സംഘത്തിനോട് മുന്നിൽ പറഞ്ഞു. കോടതിയിൽ മൊഴി നൽകി. കേസിലെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ ഈ മൊഴി അനിവാര്യമായിരുന്നു. എന്നാൽ കുറ്റം തെളിഞ്ഞില്ല. മാധ്യമങ്ങളിൽ മഞ്ജുവിന് തൻ്റെ ജീവിതം സംഭവിച്ച കാര്യങ്ങൾ കുറിച്ച് തുറന്നു പറയാൻ മഞ്ജുവിന് പല അവസരങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മഞ്ജു ഒരിക്കൽ 15 വർഷം ഞാൻ വീട്ടിലിരുന്നു ഒന്നും ചെയ്തില്ല, താൻ സന്തോഷമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ദിലീപ് പല അഭിമുഖങ്ങളിലും മഞ്ജു വാര്യർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു. മകൾ മീനാക്ഷിയോട് കാവ്യമാധവനാണ് വിവാഹം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ മതിയായില്ലേ എന്നാണ് മകൾ ആദ്യം തിരിച്ചു ചോദിച്ചതെന്നാണ് ഒരിക്കൽ ദിലീപ് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.